ഇന്നലെ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളായതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഫാൻസി ഡ്രസ് മത്സരവും വചനം പറയൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശുദ്ധ അന്തോണീസിൻ്റെ വേഷമിട്ട് ഞങ്ങളും പോയി പരിപാടിക്ക്. ആദ്യം ഹവ്വ വന്നു, അതിനുശേഷം വിശുദ്ധ അന്തോണീസ് പതുക്കെ പതുക്കെ വന്നു. ആൾക്ക് ആദ്യമായിട്ടായതുകൊണ്ട് ആൾക്ക് ചെറിയൊരു നാണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾ പതുക്കെ ഞങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആൾ നിന്നു. അങ്ങനെ അടുത്ത ചെസ് നമ്പർ വന്നു. ആളൊരു തടവ് പുള്ളിയായിട്ട് വന്നേട്ടാ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചാണ് ആൾ. അതിനുശേഷം പിന്നെ മദർ തെരേസ വന്നു. മദർ തെരേസ വന്നു പോയതിനു ശേഷം കൊച്ചു ത്രേസ്യ പുണ്യാളത്തി വന്നു. ഒരു കുഞ്ഞുണ്ണിയായിരുന്നു. അതേപോലെ തന്നെ ഒരു മാലാ കൊച്ചു വന്നു. മാലാ കൊച്ചു തീരെ ചെറുതായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ്മ വന്നു. അൽഫോൻസാമ്മയുടെ തലയിൽ വയ്ക്കുന്ന മുടിയൊക്കെ പതുക്കെ ഇങ്ങോട്ട് തട്ടിയൊക്കെ പോയി. എന്നാലും ആളും പതുക്കെ 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 വന്നത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അതുപോലെ അടുത്ത ആളൊരു മാലാ കൊച്ചായിട്ട് എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടാണ് ആൾ വരണേ, പേടിച്ച്. നമ്മുടെ കൊച്ചിൻ്റെ പ്രായമായതുകൊണ്ട് നമുക്ക് എല്ലാവരും അറിയാലോ. അതിനുശേഷം പിന്നെ നല്ലൊരു കൊച്ച് നല്ല സുന്ദരിയായിട്ട് മാലാ കൊച്ചായിട്ട് അതേപോലെ തന്നെ വന്നു. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു, മദർ തെരേസയും അന്തോണീസ് പുണ്യാളനും മാലാ കൊച്ചുങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വചനം പറയൽ മത്സരമായിരുന്നു. അതിനാൾ നന്നായിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുള്ള വചനങ്ങളൊക്കെ ആളിങ്ങനെ പതുക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമ്മാനങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞേക്കണേ പള്ളിയിലത്തെ അച്ഛൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് സമ്മാനം പറഞ്ഞു. അതിൽ നമ്മുടെ ചെക്കന് ഫാൻസി ഡ്രസ്സിൽ സെക്കൻഡും വചനം പറയൽ സെക്കൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കതിൽ ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് ആൾക്ക് സമ്മാനം കിട്ടണേ. അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു.